കേരളത്തിലെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്താണ് ഇടമലക്കുടി. മുതുവാൻ ആവാസ വ്യവസ്ഥയുടെ ഹൃദയമെന്നറിയപ്പെടുന്ന ഇടമലക്കുടി കൊടുങ്കാടിനുള്ളിലെ ആദിവാസി ഗ്രാമമാണ്. 13 വാർഡുകളിലായി 2236 പേർ മാത്രം അധിവസിക്കുന്ന ഇടമലക്കുടിയിലേക്ക് എത്തണമെങ്കിൽ കൊടുങ്കാട്ടിലൂടെ 18 കിലോമീറ്റർ ദൂരം കാൽനട യാത്ര ചെയ്യണം. ഇടമലക്കുടിയുടെ അടിസ്ഥാന വികസന രംഗത്ത് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് ഊർജ്ജം പകർന്ന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൈകോർത്ത് മുന്നേറുമ്പോൾ പഞ്ചായത്ത് രൂപീകരണം മുതൽ കഴിഞ്ഞ 5 വർഷമായി ഇടമലക്കുടിയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കൊടുങ്കാട്ടിലൂടെ നടന്നു നീങ്ങുകയാണ് ജോർജ് കുട്ടി എന്ന പഞ്ചായത്ത് ജീവനക്കാരൻ. പഞ്ചായത്തിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനാണ് ജോർജ് കുട്ടി. ഇടമലക്കുടിയിലേക്ക് പുറം ലോകത്തെ വിശേഷങ്ങൾ എത്തിക്കാൻ 5 വർഷം മുമ്പ് വാങ്ങിയ റേഡിയോയും നെഞ്ചോട് ചേർത്താണ് ജോർജ് കുട്ടിയുടെ യാത്ര. ഒരു നോക്കു കാണുവാനും ആത്മാവിനല്ലോ. ഇടുക്കിയിലെ നെടുങ്കണ്ടത്തിനടുത്ത് മഞ്ഞപ്പാറ സ്വദേശിയായ ജോർജ് കുട്ടിക്ക് പഞ്ചായത്തിന്റെ മുക്കും മൂലയും അറിയാം. ഇടമലക്കുടിയിലേക്ക് എത്തുന്നവർക്കെല്ലാം വഴികാട്ടിയാണ് ജോർജ് കുട്ടി. കയ്യിൽ റേഡിയോയും വാക്കത്തിയും തോൾസഞ്ചിയുമായി ഈ ആദിവാസി ഗ്രാമത്തിലെ ഒരാളെ പോലെ വീടുകൾ തോറും കയറിയിറങ്ങി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ജോർജ് കുട്ടി വിശദീകരിക്കുന്നു. 28 ആദിവാസി ഗ്രാമങ്ങളിലെയും വീടുകൾ ജോർജ് കുട്ടി കയറിയിറങ്ങിയിട്ടുണ്ട്. കാടിനുള്ളിലെ യാത്രക്കിടയിൽ പലതവണ അപകടാവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് 5 വർഷം പിന്നിടുമ്പോൾ ജോർജ് കുട്ടിയുടെ മനസ്സിൽ നിറയുന്നത് പ്രതീക്ഷയാണ്. ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചത് 2010 നവംബർ 1-നാണ്. ആ 2010 നവംബർ 1 മുതൽ ഈ കാലയളവിൽ 5 വർഷ കാലയളവിലും ഇടമലക്കുടിയിൽ ഈ പഞ്ചായത്തിൽ പൂർണ്ണമായും ഈ പഞ്ചായത്തിൽ ജോലി ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഇടമലക്കുടിയിലേക്ക് വികസന വെളിച്ചമെത്തിക്കഴിഞ്ഞു. സോളാർ ലൈറ്റുകൾ, ഇന്റർനെറ്റ് സംവിധാനം ഒക്കെ പഞ്ചായത്ത് ആസ്ഥാനത്തെത്തിക്കഴിഞ്ഞു. ഗതാഗത യോഗ്യമായ റോഡ് കൂടി ഉണ്ടാകുന്നതോടെ ഇടമലക്കുടി ഗ്രാമത്തിന്റെ വികസന രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാകും. ഗോത്രവർഗ സമൂഹത്തിന്റെ പാരമ്പര്യവും ആചാരങ്ങളും നിലനിർത്തിയുള്ള വികസന സ്വപ്നം മനസ്സിൽ നിറച്ച് ഇടമലക്കുടിയെ ഹൃദയത്തിലേറ്റി ജോർജ് കുട്ടി നടന്നു നീങ്ങുകയാണ്.